മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്നൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. IT ലിറ്ററസി, ഇംഗ്ലീഷ് ലിറ്ററസി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ആശയവിനിമയം. മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് എന്ന് പറയാറുണ്ട്. ഫലപ്രദമായ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്, പലതരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള മാധ്യമങ്ങൾ, ഇതെല്ലാം മനുഷ്യനാണ് ഒരുപാട് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനെ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും അയാൾ എത്ര ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആശയവിനിമയം ചെയ്യുക, അത് നമുക്കത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ഫ്രം വൺ എൻറ്റിറ്റി ടു അനദർ എന്നാ പറയുക. ഒരു ആശയം, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലേക്ക് ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക. അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു സെൻഡർ വരും, അതാണ് പേഴ്സൺ സെൻഡിങ് ദ മെസ്സേജ്. ഒരു റിസീവർ ഉണ്ട്, പേഴ്സൺ റിസീവിങ് ദ മെസ്സേജ്. ഇതിൽ സെൻഡർ ചെയ്യുന്നത് എൻകോഡിംഗ് എന്നാണ്. ഏതെങ്കിലും ഒരു മെസ്സേജ് കോഡ് ചെയ്തിട്ടാണ് വിടുന്നത്. കോഡ് ചെയ്യുക മീൻസ് ഏതെങ്കിലും ഒരു തരത്തിൽ, ഒന്നുകിൽ ഒരു പിക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഴുത്തായിരിക്കാം. അതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് ദ മെസ്സേജ് ദാറ്റ് ദ സെൻഡർ വാണ്ടഡ് ടു സെൻഡ്, അതാണ് എൻകോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ഈ സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നതിന് ചില ബാരിയേഴ്സ് ഉണ്ടാകാം. ഈ ബാരിയേഴ്സാണ് ദേ ആർ ബ്ലോക്കിംഗ് ദ മെസ്സേജ്, മേക്കിംഗ് ഇറ്റ് അൺക്ലിയർ. അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജ്, ഒരു പക്ഷേ സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്യാം, അല്ലെങ്കിൽ ഒരു വാഹനം കടന്നു പോകാം. ഈ സമയത്ത് നോയ്സ് ഡിസ്ട്രാക്ഷൻ വരും. ഇതിനാണ് ബാരിയർ എന്ന് പറയുന്നത്. പിന്നീട് ഈ മെസ്സേജ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് ഡീകോഡ് ചെയ്യുകയാണ്. പേഴ്സൺ റിസീവിങ് ദ മെസ്സേജ് ഈ മെസ്സേജിനെ ഡീകോഡ് ചെയ്തിട്ടാണ് അത് അയാൾ റിസീവ് ചെയ്യുന്നത്. എന്താണോ ഉദ്ദേശിച്ചിട്ട് അത് ആ രീതിയിൽ റിസീവ് ചെയ്യുന്നു. ഇപ്പം ഇതിലുള്ള ചില ആക്ടിവിറ്റീസാണ്. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാകുന്ന ഒരു എക്സാമ്പിളാണ്. രണ്ട് കുട്ടികൾ, റഹീം ആൻഡ് റുഖിയ, ഇവർ ചായ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങളായിട്ട് അമ്മ ചായ ഉണ്ടാക്കുന്ന അവർ കാണാറുണ്ട്. വെള്ളം തിളപ്പിക്കും, തേയിലപ്പൊടിയും ഒരു വെളുത്ത പൊടിയും അതിലേക്കിടും, അതിനുശേഷം പാലൊഴിക്കും. അങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുട്ടികൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചു, തേയിലപ്പൊടി ഇട്ടു, ഒരു വെളുത്ത പൊടി പഞ്ചസാര അതിനകത്തിട്ടു, പാല് ചേർത്തു. ചായ ഉണ്ടാക്കി അമ്മയെടുത്ത് വന്നപ്പോഴാണ് ഇവർ പഞ്ചസാരയ്ക്ക് പകരം ചായക്കകത്ത് ചേർത്ത് ഉപ്പാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് അവർ കാണിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പഞ്ചസാര ആണോ ഉപ്പാണോ ഈ വെളുത്ത പൊടി എന്നുള്ളത് കൃത്യമായിട്ടുള്ളതാണ്. ഇനി പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷനാണ്. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. ഹൗ ആർ യു ഡൂയിങ്? ഐ ആം ഡൂയിങ് ഫൈൻ, താങ്ക് യു. ഇത് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്ത വേറൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു റിത്ത എന്ന് പറയുന്ന ഒരു ടൈലറാണ്. ഒരു ടൈലറിംഗ് യൂണിറ്റിൽ ബോട്ടിക് മീൻസ് ഇറ്റ്സ് എ ഫാൻസി ഫാഷൻ ബോട്ടിക്കിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഈ കുട്ടി അസുഖമായത് കാരണം കുറച്ച് ദിവസം വരാൻ പറ്റിയില്ല. പിന്നീട് ജോലിക്ക് തിരിച്ചു വന്നപ്പോൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും അവർ ചെയ്യുന്ന ജോലികളിൽ ചില മിസ്റ്റേക്കുകൾ വന്നു തുടങ്ങി. ഈ മിസ്റ്റേക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവരുടെ സൂപ്പർവൈസർ രണ്ട് തരത്തിലാണ് അവരോട് പറയുന്നത്. ഒന്ന്, റിത, യു ആർ എ ഗുഡ് വർക്കർ, ബട്ട് ഫോർ ദ പാസ്റ്റ് വീക്ക് യു ഹാവ് ബീൻ മേക്കിംഗ് മിസ്റ്റേക്സ്. യു ഹാവ് നെവർ മേഡ് സച്ച് മിസ്റ്റേക്സ് ഇൻ ദ പാസ്റ്റ്. ക്യാൻ ഐ ബി ഓഫ് എനി ഹെൽപ്പ് ആൻഡ് റിസോൾവ് ദിസ് പ്രോബ്ലം? ഇപ്പോൾ വളരെ ശാന്തമായിട്ട് പറയുകയാണ്, കുട്ടിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്, കുട്ടി ഇങ്ങനെയൊന്നുമല്ലല്ലോ, ഞാൻ കുട്ടിയെ സഹായിക്കട്ടെയോ എന്നാണ് ഒരു സിറ്റുവേഷൻ. വേറൊരു സിറ്റുവേഷൻ, റിത, ഫോർ ദ പാസ്റ്റ് വീക്ക് യു ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി മേക്കിംഗ് മിസ്റ്റേക്സ്. ദിസ് ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ. യു നീഡ് ടു ഡു ബെറ്റർ ഓർ ലീവ് ദ ജോബ്. റിത, ഈയിടെ തെറ്റുകൾ ധാരാളം വരുത്തുന്നുണ്ട്, ഒന്നുകിൽ നന്നായി ചെയ്യുക അല്ലെങ്കിൽ ജോലി വിട്ടു പോവുക. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനും what is the impact of the first situation to Rita and what
വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ഓൺ റിത. അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ നമ്മുടെ മിസ്റ്റേക്കുകൾ കാണുമ്പോൾ ചിലപ്പോൾ അവർ തെറ്റ് ചൂണ്ടിക്കാണിച്ച് സഹായിക്കാൻ വേണ്ടി സഹായ സന്നദ്ധരാകാം, ചിലപ്പോൾ അവർ കർശനമായ രീതിയിൽ നമുക്ക് കാണിക്കാം. ഈ രണ്ട് തരം സിറ്റുവേഷനും ഏത് തരത്തിലുള്ള മാനസിക ആഘാതമാണ് ഈ ജോലി ചെയ്യുന്ന ആളിൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ സിറ്റുവേഷനാണ് നിങ്ങൾ എഴുതാനുള്ളത്. വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യു ലൈക്ക് ടു റിസീവ്? നമ്മൾ റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏത് സ്റ്റൈലാണ്? അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ എന്താണോ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്, കണ്ണാടിയിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് കണ്ണാടി നമുക്ക് തിരിച്ചു തരുന്നത് അല്ലേ? കണ്ണാടി നോക്കി ചിരിച്ചു കാണിച്ചാൽ കണ്ണാടി തിരിച്ചു ചിരിക്കും, ദേഷ്യം കാണിച്ചാൽ കണ്ണാടി ദേഷ്യം കാണിക്കും, കണ്ണാടി നോക്കി പരിഹസിച്ചാൽ കണ്ണാടി നമ്മളെ നോക്കി പരിഹസിക്കും എന്ന് പറയുന്നത് പോലെ എന്താണോ നമ്മൾ ഈ ലോകത്തിന് നൽകുന്നത്, നമ്മൾ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ലോകത്തിൽ അങ്ങോട്ട് നൽകുന്നത്. നമുക്ക് കൊടുക്കുന്നത് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിന് ഇനി ഇതിൽ നിന്നും ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. നമുക്കത് ആൻസർ പറയാൻ പറ്റുമല്ലേ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ from one source to another. Okay. How can effective communication help us? What are some of the things that stop a message from being received the way it was intended? ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ അപ്പുറത്ത് കിട്ടാതിരിക്കാൻ, റിസീവ് ചെയ്യാതിരിക്കാനുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയായിരിക്കാം? What can be done by the person sending the message to reduce the chances of മിസ്കമ്മ്യൂണിക്കേഷൻ? ഇതിനാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രദമായി അവിടെ എത്താത്തതിനെയാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഈ മിസ്കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുവാൻ നമുക്ക് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് വാട്ട് ക്യാൻ ബി ഡൺ ബൈ ദ പേഴ്സൺ റിസീവിങ് ദ മെസ്സേജ് ടു റെഡ്യൂസ് ദ ചാൻസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ട് ചാൻസുകളുണ്ട്. ഇത് രണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിലുള്ള അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വിചാരിക്കാറുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരം മാത്രമാണ്. നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ ഉപയോഗിച്ച് മാത്രമാണോ? നമ്മൾ ക്ലാസ്സിലൊന്ന് ചുറ്റുപാടൊന്ന് നോക്കൂ. Do you communicate only when you speak? Take a look around your classroom and observe what your friends are doing. Classmates എന്താണ് ചെയ്യുന്നത് നോക്കൂ. ചില ആളുകൾ some are relaxing on their chairs. ചിലർ ചിരിക്കുകയാണ്, ചിലർ കസേരയിലിരിക്കുകയാണ്. Some are laughing, some are reading books and some might be sitting quietly and doing anything. ചിലരൊന്നും ചെയ്യുന്നുണ്ടാവുകയില്ല. ഇതെല്ലാം ബോഡി ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? We were able to easily determine by simply seeing them. അപ്പോൾ ഇതിന് വാക്കുകളുടെ ഒരു സഹായം ഇല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം തോന്നുമ്പോൾ, അധ്യാപകന് ദേഷ്യം തോന്നുമ്പോൾ ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ മുഖഭാവത്തിൽ നിന്നും നമ്മൾ അവരുടെ ശബ്ദത്തിൻ്റെ ടോണിൽ നോക്കിയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും ഈ കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഭാഷയുടെ ഒരു അകമ്പടി വേണമെന്നില്ല. സംസാരം ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഫലപ്രദമായി. യഥാർത്ഥം പറയുകയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിന് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, F2F കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നിത്യജീവിതത്തിലെ കമ്മ്യൂണിക്കേഷൻ F2F കമ്മ്യൂണിക്കേഷനാണ്. ഈ F2F കമ്മ്യൂണിക്കേഷനിൽ സംസാര ഭാഷയ്ക്കല്ല പ്രാധാന്യം കൂടുതൽ. നമ്മൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിലും സംസാര ഭാഷയേക്കാൾ കൂടുതൽ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ എന്ന് പറയും. ശരീരഭാഷയ്ക്കാണ് നമ്മുടെ ആംഗ്യം, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ഗെസ്ചർ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. ഇതിന് 55% ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ബോഡി ലാംഗ്വേജ് അക്കൗണ്ട്സ് ഫോർ 55%. നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇൻ F2F കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജ് അക്കൗണ്ട്സ് ഫോർ ഹൗ മെനി പെർസെൻറ്റേജ്, അല്ലെങ്കിൽ 55% ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈ ഡാഷ്. അത് ഓർക്കണം. 55% ബോഡി ലാംഗ്വേജ് ആണ്. പിന്നെയുള്ളത് സംസാരമാണോ? അല്ല. ബാക്കിയുള്ളതിൽ 38% ടോൺ ആൻഡ് ഇൻഫ്ലക്ഷൻസ് എന്ന് പറയും. നമ്മുടെ ശബ്ദത്തിൻ്റെ ക്രമീകരണമാണ്. മൂളുക, മുരളുക എന്നൊക്കെ പറയല്ലേ. ഇതേപോലെ ശബ്ദ ക്രമീകരണങ്ങൾ കൊണ്ട് ആണ് ബാക്കിയുള്ള 38%. പിന്നെയുള്ള 7% മാത്രമാണ് വേർഡ്സ് ഉള്ളത്. ഓർക്കണം, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ 55% ബോഡി ലാംഗ്വേജ് ആണ്, 38% ടോണാണ്, 7% മാത്രമാണ് വേർഡ്സ്, സംസാര ഭാഷ. ഓക്കെ,
വെച്ചാൽ നമുക്ക് വാക്കുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പം ചില ആളുകൾ പെൺകുട്ടികളെ കാണുമ്പോൾ തുറിച്ചു നോക്കാറുണ്ട്. ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത രീതിയിൽ നോക്കാറുണ്ട് അല്ലേ? ചില ആളുകൾ ഭക്ഷണമേശ കാണുമ്പോൾ ഇതുവരെ ഭക്ഷണം കാണാത്ത രീതിയിൽ ആർത്തി കാണിക്കാറുണ്ട് അല്ലേ? ചില ആളുകൾ വണ്ടിയിലോ ട്രെയിനിലോ ഒക്കെ കയറുന്ന സമയത്ത് ഇടിച്ചു കയറുന്നത് കാണാറുണ്ട് അല്ലേ? ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതൊന്നും സംസാരത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ ബോഡി ലാംഗ്വേജും ടോണും നമ്മൾ വേർഡ്സ് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ബോഡി ലാംഗ്വേജും ടോണും നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ ചില ഇമോഷൻസ് ആൻഡ് എക്സ്പ്രഷൻ. ഇമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങൾ അല്ലേ? എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഭാവങ്ങൾ. ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസും എക്സ്പ്രഷൻസാണ് നമുക്കുള്ളത്? കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ള അവസ്ഥയ്ക്കാണ് കോൺഫിഡൻറ്റ് എന്ന് പറയുക അല്ലേ? നമുക്ക് പറഞ്ഞു കാണിക്കാൻ പറ്റും. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണെന്ന് പറയാം അല്ലേ? പക്ഷേ അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ സാഡ്, ഒരാൾ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കുന്ന അവസ്ഥ, ഹാപ്പി, എക്സൈറ്റഡ്, വളരെ ആവേശം, ഔത്സുക്യത്തോടുള്ള അവസ്ഥ, ഡിസപ്പോയിൻറ്റഡ്, നൈരാശ്യം ബാധിച്ചിരിക്കുന്ന അവസ്ഥ, നെർവസ്, നമ്മൾ പാനിക്കായിരിക്കുക, നമ്മൾ പരിഭ്രമിച്ചിരിക്കുക. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ മുഖഭാവത്തിലൂടെ, നമ്മുടെ എക്സ്പ്രഷൻസിലൂടെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലേ? ഇപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് അല്ലെങ്കിൽ നെർവസ്നെസ്, അതേസമയം നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമുക്ക് പിന്നീട് വരുന്നുണ്ട് നമ്മൾ ബോറടിച്ചിരിക്കുന്ന അവസ്ഥ, കോൺഫിഡൻസ് ആയിരിക്കുന്ന അവസ്ഥ. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബോഡി ലാംഗ്വേജിലൂടെ കാണിക്കുന്നത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് ലിസ്റ്റ് ഓഫ് യുവർ ഫേവറേറ്റ് മൂവി ഡയലോഗ്. ഡു നോട്ട് ഷോ ദ ലിസ്റ്റ് ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആരുടെയെങ്കിലൊക്കെ ഒരു ഡയലോഗ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. ഈ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ആ സംസാരം മാത്രമല്ല അതിൻ്റെ ടോണിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പയർ എ 2-minute speech on my happiest memory and present in front of your class. After presenting, assess your performance. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മൈ ഹാപ്പിയസ്റ്റ് മെമ്മറി, നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മൾ എൻ്റെ മധുരകരമായ മനോഹരമായ എൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു സ്പീച്ച് നമ്മൾ തയ്യാറാക്കും. ഈ സ്പീച്ച് നമ്മൾ തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളതിന് എന്തെല്ലാം എഫർട്ട് എടുക്കുന്നുണ്ട്? നമ്മൾ വെറുതെ കുത്തിയിരുന്നൊരു നമുക്കൊരു പ്രസംഗിക്കാൻ കഴിയും? ഇല്ല. ഐ പ്രിപ്പയർഡ് ദ ഔട്ട്ലൈൻ ആൻഡ് നോട്ട്സ് ഫോർ മൈ സ്പീച്ച്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ? നമ്മൾ വളരെ എഫർട്ട് എടുത്തിട്ട് 3-4 തവണ നമ്മൾ തിരുത്തി എഴുതി. ഐ പ്രാക്ടീസ് മൈ സ്പീച്ച് അറ്റ്ലീസ്റ്റ് 4 times വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോട്ട്സ്. ഈ നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഐ അവോയ്ഡഡ് മെമ്മറൈസിങ് ദ സ്പീച്ച് ബൈ ഹർ. നമ്മളത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രസംഗം കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പാരറ്റ് ലേണിംഗ്, തത്ത പറയുന്ന പോലെ ആയിരിക്കും അല്ലേ? ഐ ഡിവോട്ടഡ് എക്സ്ട്രാ പ്രാക്ടീസ് ടു ദ ഇൻട്രഡക്ഷൻ. നമ്മൾ ഇൻട്രഡക്ഷന് പ്രാധാന്യം കൊടുക്കണം. ദ പേഴ്സൺ സീറ്റഡ് ഇൻ ദ ലാസ്റ്റ് റോ വാസ് ഏബിൾ ടു ഹിയർ മീ. അവസാനത്തെ നിരയിലുള്ള ആ കുട്ടിയെ പോലും നമ്മുടെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ലൗഡ്നെസ് വേണം അല്ലേ? ഐ വാരിയഡ് മൈ ടോൺ ടു കൺവേ ദ ഫീലിങ്സ് ഫോർ എ പർട്ടിക്കുലർ പോയിന്റ്. നമ്മൾ അതിന് ടോണിൽ മാറ്റം വരുത്തുന്നു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് വരാൻ ടോണിൽ മാറ്റം വരുത്തുന്നു. ഐ വാസ് ഹാപ്പി സ്പീക്കിംഗ് ടു ദ ഓഡിയൻസ് ടു കൺവേ മൈ സ്പീച്ച്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇതിനാണ് 3 P's എന്ന് പറയുന്നത്. നമുക്ക് ഇനി വരുന്നുണ്ട് പ്രിപ്പയർ, പ്രാക്ടീസ് ആൻഡ് പെർഫോം. ഇതാണ് 3 P's ഓഫ് പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്? വേർഡ്സ്, ബോഡി ലാംഗ്വേജ്, ഗെസ്ചർ, expression. How can we use our body and tone to improve your communication? How can we create more opportunities to practice communication and get the feedback from our friends? ഇതാണ് ഇപ്പോൾ പറഞ്ഞത്, പ്രിപ്പയർ, പ്രാക്ടീസ് ആൻഡ് പെർഫോം അല്ലേ? പിന്നെ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ക്ലബ്ബ്. അത് നമുക്കിപ്പം ക്ലാസ് ഇല്ലാത്ത സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല, എങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലബ്ബ് നമുക്ക് ഫോം ചെയ്യാം. ഇത് സാധാരണഗതിയിൽ സ്കൂളുകളിൽ സാഹിത്യ സമാജം അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ നടക്കാറുണ്ട്. പിന്നീട് നമ്മൾ പരിസരത്ത് നമ്മുടെ ചില കലാശാലകൾ, ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എഫക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്.
കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവരി വൺ. ഇനി അടുത്ത ഇതിൽ വരുന്ന റീകോളാണ്. റീകോളിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് for everyone in which of the following situations: while studying in a college, while talking to friends, while attending interviews, all of them. അല്ലേ? ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴാകുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാകുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതേപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം. അത് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.